Hello, my dear students. Welcome back to our class. നമ്മൾ പ്രത്യേകമായിട്ട് ഏതെങ്കിലും ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സിംഗർ, ഡാൻസ്, പോപ്പ് കൾച്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫാണ് നമ്മളിന്ന് നോക്കുന്നത്. എന്തെല്ലാം ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ അദ്ദേഹം കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ സാധാരണ ഒരു ലൈഫിലൂടെ കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരാളാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. ഈവൻ ആഫ്റ്റർ ഹിസ് ഡെത്ത് 2009 അദ്ദേഹം മരിച്ചു. ബട്ട് സ്റ്റിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ലൈഫിന് അദ്ദേഹത്തിൻ്റെ സോങ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1958 അദ്ദേഹം ജനിച്ചത് ഇന്ത്യാന എന്ന് പറയുന്ന സ്ഥലത്ത് US-ൽ. മരിച്ചത് 2009 ജൂൺ 25 ലോസ് ഏഞ്ചൽസ് വെച്ചാണ്, കാലിഫോർണിയയിൽ. സോ അദ്ദേഹം ഒരു അമേരിക്കൻ സിംഗറായിരുന്നു, സോങ് റൈറ്റർ ആയിരുന്നു, ഡാൻസർ ആയിരുന്നു. ലോകത്തിലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എൻ്റർടൈനർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരാളാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫിൽ ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഈവൻ ഫേസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പോലും നമുക്ക് അറിയാൻ സാധിക്കും ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ. പോപ്പുലർ മ്യൂസിക്കിൽ അദ്ദേഹം ചേഞ്ച് ചെയ്യുന്നത് 1980s. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ ടൈറ്റിൽ കിട്ടുന്നത്, ഒക്കെ കിങ് ഓഫ് പോപ്പ് എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നത്. അപ്പം ഒരു സോങ്ങിനപ്പുറം, ഒരു സോങ് റൈറ്ററിനപ്പുറം, സിംഗിങ്ങിനപ്പുറം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ റെവല്യൂഷൻസ് ആണ് നടത്തിയത്. ഡാൻസിൽ നോക്കുകയാണെങ്കിലും വീഡിയോ പ്രസൻറ്റേഷൻസിലാണെങ്കിലും മ്യൂസിക് പ്രൊഡക്ഷനിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹം. ഈ റേഷ്യൽ ബാരിയേഴ്സ് ഒക്കെ അദ്ദേഹം ഷാറ്റർ ചെയ്തു എന്നുള്ളതാണ്. ബ്ലാക്ക് സിംഗേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് അവരൊക്കെ ഭയങ്കര അൺടച്ചബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ ഒരു സിംഗറിന്, റിയൽ ഒരു ആർട്ടിസ്റ്റിന് എങ്ങനെ കടന്നു വരാൻ പറ്റും, സ്ട്രഗിൾ ചെയ്തിരുന്ന ആർട്ടിസ്റ്റിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ശരിക്കും ഒരു ട്രൂ ഇൻസ്പിറേഷനാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസിൻ്റെ ഒരു ചേഞ്ചസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ വീഡിയോസിൽ നമുക്ക് പല വീഡിയോസിലും ഇങ്ങനെ കാണാൻ സാധിക്കും. പിക്ചേഴ്സൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മൈക്കിൾ ജാക്സൺ സെർച്ച് ചെയ്യുമ്പം ഉടനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പിക്ചേഴ്സാണ് നമുക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ത്രില്ലർ എന്ന് പറയുന്ന ആൽബം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരു വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഫിഗേഴ്സായിട്ട് അദ്ദേഹം ലോകത്തിൽ മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകമായ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരുപാട് ടൈപ്പ് ഓഫ് അക്യൂസേഷൻസ് ഫേസ് ചെയ്ത ഒരാളാണ് റിയൽ ലൈഫിൽ അദ്ദേഹം. ഒത്തിരി കോൺട്രവേഴ്സീസിലൂടെ കടന്നുപോയ ഒരാളാണെന്ന് നമുക്കറിയാം. ഈവൻ സെക്ഷൽ അബ്യൂസിന് പോലും അത് പോലെയുള്ള ഒരു അക്യൂസേഷൻസ് പോലും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരുപാട് ബാറ്റിൽസ് അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പിന്നീട് ഇടക്കാലത്ത് അദ്ദേഹം പബ്ലിക് പെർഫോമൻസിനൊക്കെ അധികം നമുക്ക് വിസിബിൾ അല്ലാത്ത ഒരു ടൈം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഡ്രഗിൻ്റെയൊക്കെ ഓവർഡോസ് കൊണ്ടാണ് ശരിക്കും അദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡെത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ലോകത്തിലെ ഒരുപാട് ആൾക്കാരെ ഷാറ്റർ ചെയ്ത ഒരു ഡെത്താണ്. ഇൻഫാക്ട് ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ ഹിസ് ഫാൻസ് എന്നുള്ളതാണ്. ഫാൻസിനെയും ക്രിട്ടിക്സിനെയും ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന സമയത്തും വളരെ മൊണമെൻ്റൽ ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ലൈഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കും ആ ലുക്ക് വൈസ് ചേഞ്ചാണ് നമ്മളിവിടെ മെയിനായിട്ടും നോക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഒരു സ്റ്റേജിലൂടെ അദ്ദേഹം കടന്നു വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിലെ ഒരു ചേഞ്ച് എന്നുള്ളതിനപ്പുറം ഈവൻ റിയൽ ലൈഫിൽ ഈ ഫേസ് ചേഞ്ച് കൊണ്ട് തന്നെ ഒത്തിരി അക്യൂസേഷൻസ് ഫേസ് ചെയ്ത ഒരാളാണ്. കാരണം ലുക്സ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ. നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കാണുന്ന പോലെയല്ല അദ്ദേഹത്തെ നെക്സ്റ്റ് ടൈം നമ്മൾ കാണുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് ഇങ്ങനെ അപ്പിയറൻസസ് വന്നുകൊണ്ടേയിരിക്കും ലൈഫിൽ എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഇവൻ ഡ്രഗ്സിൻ്റെ ഓവർ ഡോസ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ്റെ ചേഞ്ച് കൊണ്ടോ ഒക്കെ തന്നെ ഈ ഒരു പലപ്പോഴും ഭയങ്കര ടയേർഡായിട്ടും ഭയങ്കര എന്താണ് കണ്ടാൽ തന്നെ നമുക്കൊരു മനുഷ്യനാണോ എന്ന് പോലും അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ അക്യൂസേഷൻസ് വന്നിട്ടുണ്ട്. ഇത് ഈ ഫേസ് കണ്ടാൽ ഒരു റിയൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഫ്ലെഷും ബ്ലഡും അദ്ദേഹത്തിന് ഉണ്ടോ, അതോ അദ്ദേഹം എന്തൊരു ലൈഫാണ് ലീഡ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി അക്യൂസേഷൻസ് അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. ഒരു ട്രൂ ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് നോക്കുവാണെങ്കിൽ റിയൽ ലൈഫ് ഭയങ്കര പ്രശ്നങ്ങൾ ഒരുപാട് ഫേസ് ചെയ്ത ഒരാളായിരുന്നു. കിങ് ഓഫ് പോപ്പ് എന്നുള്ള ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് അദ്ദേഹത്തിനുണ്ടായ ഫാൻസ് ഇന്നും യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മൈക്കിൾ ജാക്സൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വീഡിയോസൊക്കെ കിട്ടും. ഈ പറഞ്ഞ എന്തുമാത്രം ഫോളോവേഴ്സ് ഇന്നും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സോങ്സൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരെ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡേഞ്ചറസ് എന്ന് പറയുന്ന സോങ്, അദ്ദേഹത്തിൻ്റെ ത്രില്ലർ എന്ന് പറയുന്ന സോങ്
ഒക്കെ തന്നെ അദ്ദേഹം ഒത്തിരി മെസ്സേജസ് അതിനകത്തൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വെറുതെ ഒരു സോങ് അങ്ങ് പാടി പോവല്ല. വെറുതെ ഒരു എന്തെങ്കിലും ഒരു സോങ് എഴുതിയിട്ട് അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു രീതി ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. ലെഗസി നോക്കുകയാണെങ്കിൽ ഒത്തിരി ഡോക്യുമെൻ്ററി ഫിലിംസിലൊക്കെ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള റെഫറൻസസ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ചാണ്. ഫേസിൽ കാരണം ഏറ്റവും കൂടുതൽ അദ്ദേഹം അക്യൂസേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ളതും ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ലുക്ക് വൈസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുമാത്രം നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലൈഫിൽ ഒത്തിരി ക്രിറ്റിസിസം ഫേസ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലുക്സ് ഒന്ന് കുട്ടികൾക്ക് കാരണം കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പല സിലബസിലും ഉണ്ട് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലുക്സ് ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് മെയിനായിട്ടും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ലുക്സ് ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത്. ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇത് തന്നെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. ശരിക്കും ഗൂഗിൾ ചെയ്താൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് അവൈലബിൾ ആണ്. ലുക്സ് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ തന്നെ ഈ അക്യൂസേഷൻസ് ഒക്കെ ഫേസ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് കമ്പോസ് ചെയ്തിരുന്നു. റിയൽ ലൈഫിൽ പേഴ്സണൽ അറ്റാക്സ് ഒരുപാട് ഫേസ് ചെയ്തിരുന്ന സമയത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് കമ്പോസ് ചെയ്യാനും അത് പ്രസൻറ്റ് ചെയ്യാനും അത് ലൈവായിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു ട്രൂ ആർട്ടിസ്റ്റിനെ പലപ്പോഴും നമുക്ക് അങ്ങനെയൊന്നും അങ്ങനെ പെട്ടെന്ന് ലേറ്റസ്റ്റ് സ്റ്റേജസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഈസ് എ നോർമൽ ഹ്യൂമൻ ബീങ് ഇൻ ദ സെൻസ് ഇമോഷൻസ് എല്ലാം ഉള്ള ഒരാളാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു, എഫക്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആർട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രൂ ഒരു ലെജൻഡറി ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് തന്നെയാണ് മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയുക ആസ് ആൻ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ച് എന്തുമാത്രം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.